ലോട്ടസ് ടവർ. ദുബായ് ബുർജ് ഖലീഫ പോലെ ഒരു ലോട്ടസ് ടവർ സെറ്റ് ആക്കിയിട്ട് ലോട്ടസ്. இந்த மார்க்கெட் பேர் என்ன? Day 2 of Sri Lanka trip. நான் இந்தியால இருந்து வரோம். ശ്രീലങ്കയിലെ ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ് കൊണ്ട് വിട്ടതാണ്. തമിഴ്നാട്ടിൽ ഒപ്പനക്കര സ്ട്രീറ്റ് കൊണ്ട് വിട്ട പോലെ ഉണ്ട്. നല്ല പൊടി. കൊളംബോ സിറ്റിയിലോട്ട് ഇറങ്ങാൻ പോവാണ്. ഫസ്റ്റ് ഹോട്ടലിൽ റെഡിയായി, ബസ്സിൽ കയറി, ബസ്സിൽ യാത്ര തുടങ്ങി. കൊളംബോ സിറ്റി ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊളംബോ ആകെ മാറി. ഞാൻ കൊളംബോ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ സിനിമയിലൊക്കെ പറയുന്ന പോലെ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച കൊളംബോ ഇതായിരുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ജാഫ്ന കണ്ടിട്ട് പെട്ടെന്ന് കൊളംബോ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഷോക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ അണ്ടിയും കുണ്ടിയും തമ്മിലുള്ള വ്യത്യാസം വേണ്ട. ഗൈഡ് ബസ്സിലിരുന്നിട്ട് ഇതാണ് പിന്നെ ഇന്ത്യൻ എംബസി കാണിച്ചു തന്ന്, US എംബസി കാണിച്ചു തന്ന്, ഓൾഡ് പാർലമെൻറ്റ് കാണിച്ചു തന്ന്, ഇതൊക്കെ കാണിച്ചു തന്ന്. ഇവ ന്യൂ പാർലമെൻറ്റ് കാണിച്ചു തന്നില്ല. പിന്നെയാണ് മനസ്സിലാക്കിയത് ഈ ന്യൂ പാർലമെൻറ്റ് ഈ കൊളംബോയിലല്ല. നോക്കുമ്പോൾ ഈ ശ്രീലങ്കൻ്റെ ക്യാപിറ്റൽ കൊളംബോ അല്ല. വൈകിയാണ് മനസ്സിലായത്. അത് ഏതോ ഒരു കോട്ട, ജയവാടേശ്വര കോട്ട, അങ്ങനെ എന്തോ ഒരു കോട്ടെ ആ ഒരു സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ റിയൽ ക്യാപിറ്റൽ ഓഫ് ശ്രീലങ്ക. കൊളംബോ അല്ല. കൊളംബോ ആക്ച്വലി ആക്സസ് ആൻഡ് എക്കണോമിക് ക്യാപിറ്റൽ. ഈ പറഞ്ഞ എല്ലാ ബിസിനസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ കൊളംബോയിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ നല്ല നീറ്റ് സിറ്റി. അവിടെ നോക്കുമ്പോൾ മറ്റേ ആ പോർട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. വലിയ KGF പോലത്തെ സെറ്റപ്പിലൊക്കെ ഭയങ്കര ഹെവി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പൊളി. ചുമ്മാ ശ്രീലങ്ക is a nice place. മലേഷ്യ, സിംഗപ്പൂർ പോലെ. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതൊന്നും തന്നെ ഈ പറഞ്ഞ ശ്രീലങ്ക ഗവൺമെൻറ് മാത്രമായിട്ട് ചെയ്തതല്ല. ഇതെല്ലാം തന്നെ അവർക്ക് ഈ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നല്ലോ, ഇൻഫ്ലേഷൻ എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ ചൈന ഇവർക്ക് നല്ല ഫണ്ടിങ് ഒക്കെ ചെയ്ത് ഇപ്പോൾ ശരിക്കും ഈ പോർട്ടൊക്കെ ചൈനൻ്റെ കൺട്രോളാണ്. പോർട്ട് മാത്രമല്ല, അവിടെ പല ഇനീഷ്യേറ്റീവ്സും ഇതുപോലെ ചൈനയാണ് അവർ ഫണ്ട് ചെയ്ത്, അവർ തന്നെയാണ് കൺസ്ട്രക്ഷൻ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് ഈ ചൈനയ്ക്ക് ഇത്ര ഒരു അക്കരാന്നൊക്കെ ചോദിച്ചാൽ, ശ്രീലങ്ക എന്നുള്ളൊരു ആ ഒരു അതിൻ്റെ ജോഗ്രഫിക് ലൊക്കേഷൻ തന്നെ ഭയങ്കര സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ഇതിലാണ് കിടക്കുന്നത്. മാരിടൈം ലൈൻസ് എടുത്ത് നോക്കിയാലും ശരി, ഇനി അതല്ല ബാക്കി എന്തെങ്കിലും എക്കണോമിക് ബിസിനസ് പരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും, ഈവൻ പൊളിറ്റിക്കൽ ഇതും ഭയങ്കരമായിട്ട് ഇപ്പോൾ ചൈനയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഓഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലം ഹെൽപ്പ് ചെയ്യുമെന്നാണ് പൊതുവേ ഉള്ളൊരു ടോക്ക്. അല്ലാതെ പിന്നെ അവർ വെറുതെ കാര്യമില്ലാതെ അങ്ങനെയൊന്നും ഹെൽപ്പ് ചെയ്യില്ല. ഇതൊക്കെ ശരിക്കും നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സിനിമയിൽ കേൾക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ഞങ്ങൾ ചെന്നത് ലോട്ടസ് ടവറിലോട്ട്. ലോട്ടസ് ടവർ എന്ന് വെച്ചാൽ ടോളസ്റ്റ് സെൽഫ് സപ്പോർട്ടിംഗ് ടവർ ഇൻ സൗത്ത് ഏഷ്യയാണ്. ബുർജ് ഖലീഫയുടെ 4 നിർമ്മാണ സൈസ്, റേറ്റ് 4700 ശ്രീലങ്കൻ റുപ്പീസ്. ഇല്ല 1800 രൂപ. ഒരുപാട് ടെലികമ്മ്യൂണിക്കേഷൻസും അതുപോലെ തന്നെ ടൂറിസവും പല കാര്യങ്ങളും ആ ഒരു ടവറോട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ദുബായ്ക്ക് ബുർജ് ഖലീഫ ഉള്ള പോലെയാണ് ഇവിടെ കൊളംബോയ്ക്ക് നമ്മുടെ ഒരു ലോട്ടസ് ടവർ. ബട്ട് ഇറ്റ്സ് നൈസ്. ലോട്ടസ് ടവർ ഏകദേശം സിറ്റി മൊത്തം ഇവിടെ നിന്ന് കാണാം. Which one is China port? This is China. So China is controlling it? Yes. Okay, so they are under construction? Yes, under construction. അപ്പോൾ ഞാൻ ഈ ഗൈഡിനോട് ചോദിച്ചു എന്താണ് ഇവിടുത്തെ ഇപ്പോൾ ഇൻഫ്ലേഷനും ബാക്കി കറപ്ഷൻ്റെ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ്റെ ഉത്തരം കിട്ടുമോ? ഇപ്പോൾ ഇൻഫ്ലേഷൻ ലൈക്ക് മണി ഇഷ്യൂസ്? Yes, but not at all. Not at all. എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ? അപ്പോൾ നോക്കുമ്പോൾ അതും സെയിം സ്റ്റോറി. അതായത് അത് കെട്ടിയത്, അത് ഫണ്ട് ചെയ്തത് 80% ചൈനീസ് ബാങ്കാണ്. അത് കെട്ടിയതും ഏതോ ചൈനീസ് മറ്റേ കമ്പനിയാണ് അതിൻ്റെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള നേതൃത്വം എടുത്തതും ഇങ്ങനത്തെ ബാക്കി കാര്യങ്ങളൊക്കെ. പക്ഷേ നമുക്ക് അവിടെ ഏത് ചൈനക്കാരെയും കാണില്ല കേട്ടോ. അവിടെ ഇപ്പോൾ സ്റ്റാഫൊക്കെ നോക്കിയൊക്കെ ശ്രീലങ്കക്കാരാണ്. പക്ഷേ ഇതൊക്കെയാണ് അവിടുത്തെ ഒരു പബ്ലിക് ടോക്സ്. നമ്മൾ മേലെ കയറി അവിടെ പോയി നല്ല അടിപൊളി മറ്റേ ഒബ്സർവേഷൻ 360 ഡിഗ്രി പാനറോമിക് ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്. അവിടെ പോയി ഫുൾ നോക്കി നമുക്ക് നോക്കുമ്പോൾ അവിടെ ബീറ ലേക്ക് ആകുന്നു. ഒരു ലേക്ക് കാണാൻ പറ്റും. നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൈ ലൈൻ മൊത്തത്തിൽ ആ ഒരു അതെല്ലാം കാണാം. ബിൽഡിങ്സ്, ഹൈ റൈസ് ബിൽഡിങ്ങുകൾ, ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. വലിയ റെയിൽവേ സ്റ്റേഷൻ, അത് അതിൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഓഷൻ, അതും അതിൻ്റെ ഹാർബർ, ബാക്കി പോർട്ട്, അവിടെ കാണുന്ന പുതിയ ഇൻഫ്രാസ്ട്രക്ചർ, ബാക്കി കാര്യങ്ങളെല്ലാം.
റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ് കംപ്ലീറ്റ്സ് എ ഫുൾ റൊട്ടേഷൻ ഇൻ 2 times during 60 minutes, 90 minutes. അതും കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു റൊട്ടേറ്റിംഗ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞത് ഓൺ ടോപ്പ് ഓഫ് ദിസ്. ഈ റെസ്റ്റോറൻറ്റ് ഇത് ഈ സാധനം ഇങ്ങനെ ടവർ നിന്നിട്ട് ടവറിൻ്റെ മേലെ ഒരു മുട്ട പോലെയാണ് ഒരു സംഭവം. ഇതിന് നടുവിൽ ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റിലാണ് മേലെ താഴെയും പോവുക. ഇത് കഴിഞ്ഞിട്ട് ഈ ഒബ്സർവേഷൻ ഡെസ്കിൻ്റെ കുറച്ച് താഴെ മേലെ ആയിട്ടാണ് ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഈ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും, മെല്ലെ മിക്സി പോലെ ഇങ്ങനെയല്ല, മെല്ലെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഈ മെനൂസൊക്കെ നമുക്ക് മെനു എന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ പല പല ക്യൂസീൻസും ബാക്കി കാര്യങ്ങളൊക്കെ ഈ മൂവബിൾ അല്ലാത്ത സ്ഥലത്തുണ്ട്. സോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് വേണമെങ്കിൽ പോയി ബുഫേ പോലെ നമുക്ക് റീഫിൽ ചെയ്തിട്ട് വരാം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് പുതിയ പുതിയ മെനൂസ് നമുക്കിങ്ങനെ കാണാം, നമുക്ക് വേണമെങ്കിൽ പോയി കഴിക്കാം. അതേപോലെ തന്നെ നമുക്ക് വ്യൂ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യൻ വ്യൂ കിട്ടും, കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്കൈ ലൈൻ വ്യൂ കിട്ടും, പിന്നെ ലേക്ക് വ്യൂ കിട്ടും, നല്ല നൈസ്. പിന്നെ തിരിച്ച് മടി വന്നിട്ട് പിന്നെ കുറച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് കുട്ടിപ്പിള്ളേരെ പോലെ ഉണ്ടാകും, ബട്ട് സ്റ്റിൽ ഈ ടിക്കറ്റിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. This was all about day 2 of Sri Lanka journey. So subscribe, day 3 കാണാം, ഇതുപോലെ വേറെയും പല പല വീഡിയോസ് കാണാം. So bye bye. ஸ்பெஷலாக வாங்குறதுக்கு என்ன இருக்குது கொலம்போவில்? கொலம்பில் ஸ்பெஷலாக வாங்குறதுக்கு பேக்கு உடுப்பு ஐட்டங்கள் அதே டெக்ஸ்டைல் அதெல்லாம் இருக்குது. ഓക്കെ, പോയി பார்க்கட்டும். അപ്പോൾ ജപ്പാനിലും റൈറ്റ് ഹാൻഡ് ഡ്രൈവ്, ശ്രീലങ്കയിൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവ്, ഇന്ത്യയിലും റൈറ്റ് ഹാൻഡ് ഡ്രൈവ്. അപ്പോൾ പിന്നെ ഈ വണ്ടികളൊക്കെ അവിടെ ചെയ്തുപോലെ നമ്മുടെ നാട്ടിൽ ചെയ്തുകൂടെ?